സ്വതന്ത്രമായി സമാധാനത്തോടെ വൃത്തിയിൽ നടക്കാൻ കഴിയുന്ന ഒരു റോഡ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെയൊക്കെ തന്നെയും ഒരു അവകാശം തന്നെയാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു മോചനം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സൗകര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിന് സമാനമായിട്ടൊരു വാർത്ത നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കാലടി വിളയിൽ റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു നിലയിലാണ്. ദീർഘനാളായി ഇവിടെ ഓട നിർമ്മാണം നടക്കുന്നുണ്ട്, പക്ഷേ അത് ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നാട്ടുകാരുടെ പരാതി. ഈ ഒരു ദുരിതത്തിന് എപ്പോൾ പരിഹാരമുണ്ടാകുമെന്നാണ് നാട്ടുകാരും ചോദിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായി കാലടി വിളയിൽ റോഡ് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനാകാതെ നാട്ടുകാർ വലയുകയാണ്. ചെറിയ മഴ പെയ്താൽ തന്നെ റോഡിൽ വെള്ളം നിറയും. വെള്ളക്കെട്ട് പൊതുവെ ഉണ്ടാകുന്ന പ്രദേശമാണെന്ന് അറിഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നമുക്ക് സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ കട വരെ പോകാൻ പോലും ഒക്കാത്ത അവസ്ഥയാണ്. മാത്രമല്ല ഇവിടെ സ്കൂട്ടറിൽ പോകാൻ സ്കൂട്ടർ മുങ്ങിപ്പോവും. പിന്നെ എന്തെങ്കിലും സാധനം അഥവാ വാങ്ങിച്ച് സ്കൂട്ടറിൽ വെച്ചാൽ അതും മുങ്ങും. അപ്പോൾ എങ്ങനെ കൊണ്ടുവരും എന്നുള്ള ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരിടത്തും കൊണ്ട് വിട്ടിട്ടില്ല, പകുതിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 2,50,00,000 രൂപ മുടക്കി അമൃത് പദ്ധതി ഉൾപ്പെടുത്തി ഒരു ഓട ഉണ്ടാക്കി. ഓട ഇത് ഓടയാണ് കേട്ടോ. ഓടയുടെ പുറത്ത് സ്ലാബ് ഇട്ടിട്ടുണ്ട്, പക്ഷെ വെള്ളം ഒരിടത്തും പോകില്ല. അതായത് വെളിയിലോട്ട് പോകാനുള്ള ഇതില്ല, ഒരു സ്ഥലത്തും ഇല്ല. നിലവിലെ വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടേതാണ്. ഈ വെള്ളം പൂർണ്ണമായി മാറണമെങ്കിൽ ഇനി കുറച്ചുനാൾ മഴയില്ലാതെ ഇരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഓട നിർമ്മാണം പകുതിയിൽ ഉപേക്ഷിച്ചതിൽ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും തൃപ്തികരമായ മറുപടിയില്ലെന്നും പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു. വേണ്ടപ്പെട്ട അധികാരികളടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവരാരും ഇത് ഉൾക്കൊള്ളുന്നില്ല. അവർക്ക് ആർക്കും ഇത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം എന്ന് ഞങ്ങൾക്കറിയില്ല. അവർ ചെയ്യുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അധികാരികളടുത്ത് പറയുകയും ചെയ്തു. അവരാരും ഇതൊന്നും കൈക്കൊള്ളുന്നില്ല. എന്താണ് അവസ്ഥയെന്ന് നമുക്കറിയില്ല. അതേസമയം ഓട നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം ജലസേചന വകുപ്പിന്റേതാണെന്നാണ് വാർഡ് കൗൺസിലറുടെ മറുപടി. വിഷയം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വകുപ്പിനും സ്ഥലം MLAയ്ക്കും കത്തയച്ചിരുന്നുവെന്നും വ്യക്തമാക്കി. ഓട നിർമ്മാണം പൂർത്തിയായാൽ സമീപത്തുള്ള കോളനിയിൽ വെള്ളമിറങ്ങുമെന്ന കോളനി നിവാസികളുടെ ആശങ്കയും പണം കൈപ്പറ്റി കരാറുകാരൻ മുങ്ങിയതും നിർമ്മാണത്തിന് തടസ്സമായെന്നും ചൂണ്ടിക്കാട്ടി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.